ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അപ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാനൊക്കെ പോകാം, ഈവനിങ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്കൊരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കണമായിരുന്നു, ടോപ്പ് തയ്ക്കാനായിട്ട്. അപ്പം തയ്ക്കണ അവിടുത്തെ ചേച്ചിനെ വിളിച്ചപ്പോൾ പറഞ്ഞു വേഗം കൊണ്ടുവന്നോ ചേച്ചി, നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ എനിക്ക് തയ്ച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയൊരു തുണിയൊക്കെ എടുത്ത് വേഗം തയ്ക്കണോടത്തേക്ക് കൊണ്ടുകൊടുത്തിട്ടോ. കാരണം എനിക്ക് നാളെ കിട്ടണം, മറ്റന്നാണ് പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഇന്ന് തന്നെ വേഗം പോയി എടുത്തട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ചെയ്യാനായിട്ട്. ഗിഫ്റ്റ് മേടിക്കണം, പിന്നെ ചുഞ്ചുരുവിൻ്റെ ചെയിൻ പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ അതൊന്ന് വിളക്കിക്കണം, അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു. അപ്പം ചേച്ചി പെട്ടെന്ന് വരാൻ പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ വേഗം പോയി തുണി എടുത്ത് കൊണ്ടുകൊടുത്തു കേട്ടോ. അപ്പം ഇനി വെയിലൊക്കെ ആറിയിട്ട് ഞങ്ങൾ മാളയ്ക്ക് പോകുള്ളൂ. വെയിലത്ത് ഇറങ്ങരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്, പക്ഷെ നമുക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് പോകണ്ടേ. പിന്നെ ATM-ലൊക്കെ കയറാറുണ്ടായിരുന്നു, അതൊക്കെ കയറി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതാ കുളിച്ചിട്ടോ, ഫുഡൊക്കെ കഴിച്ച് കുളിച്ചതാ. ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഒന്നും കൂടി പോകാൻ പോവാണ്. എന്തിനാണ് എപ്പോഴെപ്പോഴും കുളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൂടാണ്, എനിക്ക് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും കുളിക്കുന്നത്. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട്, മാളയിലെത്തിട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് ചുഞ്ചുരു ബേബിൻ്റെ കൈച്ചെയിൻ പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വിളക്കിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പം വിളക്കിക്കുന്നതിന് പകരം ഞാൻ എന്താ പുതിയൊരു കൈച്ചെയിൻ മേടിച്ചിട്ടോ, അത് കൊടുത്തിട്ട് പുതിയ കൈച്ചെയിൻ മേടിച്ചു. പിന്നെ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ചുഞ്ചുരുവിന് ചെരുപ്പ് വാങ്ങിക്കാനാണ് കേട്ടോ. ചുഞ്ചുരുവിന് സ്കൂളിലോട്ട് ചെരുപ്പ് വേണം. അപ്പോൾ അവിടുന്ന് ഓൾറെഡി ഷൂ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ഷൂ മഴക്കാലത്ത് ഇടാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു ചെരുപ്പ് വേറെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്കൂളിലേക്ക് ഇടാൻ ഒരു ചെരുപ്പ് മേടിച്ചു. പിന്നെ വേറെ നമുക്കിങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി വേറൊരു ചെരുപ്പ് മേടിച്ചിട്ടോ. ഇതാണ് ചുഞ്ചുരു ബേബിക്ക് സ്കൂളിലോട്ട് ഇടാൻ മേടിച്ച ചെരുപ്പ് കേട്ടോ. ബ്ലാക്ക് കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി മേടിച്ചത്. പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു ഫാൻസി ഷോപ്പിലേക്ക് കണ്ടോ. എനിക്കൊരു കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൺസീലർ മാത്രമേ എടുത്തുള്ളൂ, ഫൗണ്ടേഷൻ എൻ്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അത് മേടിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ടായിട്ടോ. എനിക്കിങ്ങനെ കുറേ മേടിച്ച് വെക്കുന്നത് ഇഷ്ടം, പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്യില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ഇഷ്ടാവില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കമ്മലൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പോയത് ബ്യൂട്ടി പാർലറിലോട്ടാണ് കേട്ടോ. എനിക്കൊന്ന് പിരികം ത്രെഡ് ചെയ്യണമായിരുന്നു. ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്, കാരണം എനിക്ക് തലവേദനയല്ലേ, അപ്പോൾ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ അത്രയ്ക്ക് ബോറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിരികൊക്കെ ത്രെഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്ട്. ഇപ്പം നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്നുണ്ട്, ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ലല്ലോ, ചേച്ചിക്ക് വേണ്ട സാധനങ്ങളല്ലേ മേടിക്കുന്നത്. ഗിഫ്റ്റ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ മേടിക്കുന്നത്. അപ്പം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കിട്ടും, നാളെ ഈവനിങ് ആകുമ്പോൾ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ആ സ്ഥിരം കയറുന്നതിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ കയറിയിട്ട് 1-2 സാധനങ്ങളോട് മേടിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ തയ്ക്കുന്ന കടയത്ത് ചേച്ചി വിളിച്ച് പറഞ്ഞു തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തയ്ച്ചത് മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ. ഞങ്ങളുടെ സുട്ടുമണീനെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുട്ടുമണി എടുത്ത് നേരെ വീട്ടിൽ പോയി. ഇതാണ് കേട്ടോ ബ്ലൗസ് തയ്ച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ബൈ.